അങ്ങനെ ലെറ്റർ ഉണ്ട് ഞാൻ കൊണ്ടുപോയി എനിക്ക് ആലോചിച്ചാറിനോട് എനിക്ക് ആലോചിച്ചാൽ അറിഞ്ഞൂടെ എന്നിട്ട് എന്നാ ചോദിക്കുന്നത് ആരാന്ന് പറയും ഇങ്ങനെ ലെറ്റർ ഇതെന്തോ ലെറ്റർ ഞാൻ സത്യത്തിൽ ഞാൻ കാണുന്നത് പിന്നെ ഞാൻ കുറേ അറിയാണ്ട് പുറത്തടിച്ച. നമസ്കാരം. ചില ഫാമിലി ബ്ലോഗേഴ്സ് കാരണം യൂട്യൂബ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരെന്തുവാണ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്നതെന്ന് അവർക്ക് പോലും ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. അപ്പൊ കാണുന്ന നമ്മളുടെ അവസ്ഥ പറയണോ? യൂട്യൂബിൽ പല കാറ്റഗറിയിൽ വീഡിയോ ചെയ്യുന്ന ബ്ലോഗേഴ്സ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്, ഫാമിലി ബ്ലോഗ്, ഡെയിലി ബ്ലോഗ്, അങ്ങനെ പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ട്. ഈ ബ്ലോഗേഴ്സിൽ നല്ല ഭംഗിയായിട്ട് ക്രിയേറ്റീവായിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട്. അവരെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അവരെ ഞാൻ മാറ്റി നിർത്തുകയാണ്. കാരണം അവരുടെ ബ്ലോഗ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് കിട്ടും. വളരെ എൻ്റർടൈനിങ് ആണ് അവരുടെയൊക്കെ വീഡിയോസ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തനി മലയാളി, പേർളി മണി, അഹാന കൃഷ്ണ, ഇവരുടെയൊക്കെ വീഡിയോസ് നമ്മൾ കണ്ടിരുന്നു പോകും. അത്രയും സൂപ്പറായിട്ടാണ് എഡിറ്റിംഗ് ആയിക്കോട്ടെ, ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, എല്ലാം മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി സാധാരണക്കാരിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ടും ക്രിയേറ്റീവായിട്ടും നല്ല ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള വ്ളോഗേഴ്സും ഉണ്ട്. പണക്കാർക്ക് മാത്രമല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, സാധാരണക്കാരിലും നല്ല വ്ളോഗേഴ്സ് ഉണ്ട്, ക്രിയേറ്റീവ് വ്ളോഗേഴ്സ് ഉണ്ട്. എന്നാൽ ചില ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. ഈ നല്ല വൃത്തിയായിട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ചില ഫാമിലി വ്ളോഗേഴ്സിന്റെ പ്രവൃത്തി. അതായത് ഒരു ഗുണവും ഇല്ലാത്ത, കാശിന് കൊള്ളാത്ത കോണ്ടന്റ് ആണ് ഇവരെടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ ഡെയിലി വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാർക്കിച്ച് തൂപ്പാൻ തോന്നും. അത്തരത്തിലാണ് ഡെയിലി വ്ളോഗ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത്. ഇതെന്താണ്, എന്ത് കാര്യത്തിലാണ് ഇവർ ഈ അപ്ലോഡ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. റീച്ചിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും ഇവർ പോകും. വീട്ടിൽ നടക്കുന്ന വഴക്ക്, ബഹളം, പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ കോണ്ടന്റ്. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ അവിഹിതത്തെയാണ് ഏറ്റവും കൂടുതലായിട്ട് പിടിച്ചേക്കുന്നത്. അവിഹിതം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി റീച്ച് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയ്ക്കും ഭർത്താവിനും അവിഹിതമുണ്ട് എന്ന് ചിത്രീകരിക്കാൻ പോലും ഇത്തരക്കാരും മടിക്കത്തില്ല. പിന്നെ അടുത്തത് ബേബി പ്ലാനിങ് ആണ്. ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ വീഡിയോസ് ആയിട്ട് ചെയ്തേക്കുന്ന വ്ളോഗേഴ്സ് ഉണ്ട്. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. എന്നാൽ വളരെ വൾഗർ ആയിട്ടുള്ള രീതിയിൽ പ്രഗ്നൻസി എന്ന് പറയുന്നതിനോട് തന്നെ നമുക്ക് ദേഷ്യം വരുന്ന രീതിയിൽ പ്രഗ്നൻസിയെ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തൊരു ബോറാണ്. എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. എന്നാൽ ഇവരുടെയൊക്കെ വീഡിയോസ് വെറുതെ പോയി ആൾക്കാർ കാണും. അത്തരത്തിൽ ഒരു ഗുണവും ഇല്ലാത്ത, ഒരു കാര്യവും ഇല്ലാത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സാണ് ഈ ടി ഫാമിലി. അവരുടെ പല വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്ക്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്. ചില വീഡിയോയിൽ ഭാര്യ ഭർത്താവിനെ കുറ്റം പറയുന്നു, തരം താഴ്ത്തുന്നു. ചില വീഡിയോയിൽ ഭർത്താവ് ഭാര്യയെ കുറ്റം പറയുന്നു, തരം താഴ്ത്തുന്നു. അങ്ങനെ തരം താഴ്ത്തലുകൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അവരെടുത്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ കുറേ ആൾക്കാർ അത് കാണും. ഇവർ തമ്മിൽ ഡൈവോഴ്സ് ആകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അത് കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത്, എന്തോ ഒരു സംഭവം, ആ ഒരു സംഭവം വരുത്തും. എന്നിട്ട് ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ആൾക്കാർ പോയി ഇവരുടെ വീഡിയോസ് കാണും. എന്നാൽ ഒന്നുമില്ല. ഇപ്പൊ കോണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് പുതിയ തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയേക്കാണ് അവര്. ലേറ്റസ്റ്റ് ആയിട്ട് അവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ പുച്ഛമാണ് തോന്നിയത്. ഒരു രീതിയിലും ക്രിയേറ്റീവ് അല്ലാത്ത രീതിയിൽ വെറുതെ ചെയ്തങ്ങ് ഇട്ടേക്കാണ്. പേക്കൂത്ത് കാണിച്ച് കാട്ടിക്കൂട്ടലാണ്. അപ്പൊ ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഡ്രോപ്പ് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ചെവിക്ക് ഒരു പ്രാങ്ക് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു പ്രാങ്ക് ചെയ്യണമെന്ന് ഞാൻ എത്രയോ കാലമായിട്ട് വിചാരിക്കുന്നുണ്ട്. എന്നോ ഒന്ന് മുബാസിനെയും കൂട്ടി ഒരു പെണ്ണ് കാണൽ, ആ ഒരു പ്രാങ്ക് മാത്രമേ എനിക്ക് എൻ്റെ അറിവിൽ അവന് കൊടുത്തിയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പ്രാങ്ക് കൂടി അതിൽ സെറ്റാക്കാം. ഫലിക്കോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ വെച്ച് ഞാൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ അതാ റൂമൊക്കെ നല്ലോണം കൊള്ളാം. കോണ്ടന്റ് ഇല്ലാതിരുന്നപ്പോൾ ഷെമി കണ്ടെത്തിയ പുതിയ കോണ്ടന്റ് ആണ് പ്രാങ്ക്. ഈ പ്രാങ്ക് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പാടാണ്. നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ബോറായിരിക്കും. അതായത് കുറച്ച് കഴിവൊക്കെ വേണം ഒരു പ്രാങ്ക് വീഡിയോ ചെയ്തിടാൻ. പ്രാങ്കിനോട് പൊതുവേ എനിക്ക് താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഒരു ഫാമിലി വ്ളോഗേഴ്സ് തമ്മിൽ പ്രാങ്ക് ചെയ്ത് കാണുമ്പോൾ ചിലർക്കെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റ് തോന്നും. എന്നാൽ ഇവരുടെ ഈ പ്രാങ്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല, വെറുതെ കാട്ടിക്കൂട്ടിയേക്കാണ്. ഏതായാലും നമുക്ക് പ്രാങ്ക് വീഡിയോയിലേക്ക് കടക്കാം. പൈസ എങ്ങനെ വന്നാൽ അങ്ങോട്ട് വാദം തെത്താ നോക്ക്. സാധനം എന്താ നോക്ക്. ആരോ അയച്ച ലെറ്റർ ആണല്ലോ എനിക്ക്. എന്താ എൻ്റെ ഷെഫിക്ക് വേണ്ടി ഇന്നും എൻ്റെ മനസ്സിൽ ഉണ്ട്. അതിൻ്റെ തന്നെ വായിച്ചു നോക്കുന്നുണ്ട്.
നീ എന്നെ ഓർക്കാറുണ്ടോ? ഇതാരാഴ്ചതാ അതാശുണ്ട്. ഇതാ തീറ്റാൻ്റെ ഉള്ളിലൊക്കെ ആക്കിയാൽ അത് ലക്ക് ഫോർ എവർ. നീ എന്നെ ഓർക്കാറുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കാണലൊക്കെ ഉണ്ടല്ലോ. ഞായറാഴ്ചതാ അതിന് മതി ആൾമാരെ നോക്കിയത്. ഒന്നും വായിക്കി. ഇത് ഫുള്ള് വായിക്കി ഇവിടെ ഇരിക്കുന്നതെന്താ? നീ നീ കണ്ടിരുന്നു. ഇനിയും സമയം ഉണ്ട്. എന്റെ ഷെഫിക്ക് വേണ്ടി ഇന്നും എന്റെ മനസ്സിൽ ഉണ്ട്. നീ ഹാർട്ടിന്റെ ചിഹ്നം കണ്ടിട്ടുണ്ടോ? ഞാനൊന്ന് വായിക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിക്ക ഓർത്ത് കുത്തിരുന്ന് വായിക്കാൻ. എനിക്കറിയാണ്ടോ? എനിക്ക് പിന്നെ കാര്യം ഷെഫ് ഇവിടെ ഇങ്ങല്ലാണ്ട് വേറെ ഒരാള് ഇതിന്റെ ഉള്ളിൽ എത്തൂല എന്റെ കയ്യിലെത്താണ്ട്. പിന്നെ ഞാൻ എന്ത് കൊണ്ടൊക്കെ എനിക്ക് കത്തേരി. എന്റെ പേര് ഷെമീനാന്നാ, ഷെഫീക്ക് എന്നല്ല. അടക്ക് ഇങ്ങനെ അതിൽ കൂടണെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട്. ബെസ്റ്റ്. പ്രാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പോലും ഇവരൊക്കെ നശിപ്പിക്കും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യണം. കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമല്ലോ, ഒരു വീഡിയോ ചെയ്യണമല്ലോ എന്നുള്ള ലക്ഷ്യത്തിൽ ചെയ്യാതെ കുറച്ചൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് കുറച്ച് നേരം സമയം എടുത്തിട്ട് വേണം ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യാൻ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്ലോപ്പ് ആയിട്ട് പോകും. അഥവാ അത് ഫ്ലോപ്പായി പോവുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഇത് കണ്ടിട്ട് എന്താണ് നമുക്ക് തോന്നുന്നത്? നമുക്കൊന്നും തോന്നുന്നില്ല. ഒരു പ്രാങ്കാണ്, അവിഹിതം. ലെറ്റർ പിടിച്ചു, ലവ് ലെറ്റർ പിടിച്ചു. ആ ലവ് ലെറ്ററിനകത്ത് 2 മഷി കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. പേന മഷി കൊണ്ട് എഴുതിയിരിക്കുന്നു, അവസാനം പെൻസിൽ കൊണ്ട് എഴുതിയിരിക്കുന്നു. ആരെങ്കിലും അങ്ങനെ ഒരു ലവ് ലെറ്റർ എഴുതുമോ? എഴുതത്തില്ല. പിന്നെ ഇത് സ്ക്രിപ്റ്റഡ് അല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പറയത്തേയില്ല. ഷെഫി അറിയാതെ കൊണ്ടുവച്ച ലവ് ലെറ്റർ ആണ്. കോമഡി ആയിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ ഏതെങ്കിലും എന്റെ പോലെ പറഞ്ഞു തന്നാലും എഴുതല്ലോ. നിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണം. എനിക്ക് കല്യാണം കഴിച്ചാൽ പോരായിരുന്നു. എനിക്കൊന്നും എഴുതാൻ കഴിയുന്നില്ല. ഒക്കെ തങ്കടറി ഉണ്ടാവും. ഐ ലവ് യു ഷെഫി. എന്റെ സാധനങ്ങളിലല്ല അതിനുള്ളിൽ എടുത്തക്കണ്ട. പലതും ഉണ്ടാവുന്നു. ഇവനിങ്ങനെ എന്തോ പിടിച്ച് കണ്ട വെച്ച് തീർച്ച കഴിച്ചിലാകാ ചെയ്യല്. അതാണ് എനിക്ക് അധികം സീരിയസ് ആയിട്ടുള്ള. അല്ല എനിക്ക് ആളെ കിട്ടണം. അതെനിക്ക് കിട്ടണം. ഞാൻ എന്താ ചെയ്യേണ്ടി പറഞ്ഞു. 10-16 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാണ്. പ്രാങ്ക് വീഡിയോ ആണ്. ആ വീഡിയോ കണ്ട് ഏതാണ്ട് ഒരു 45,000 ആൾക്കാരെങ്ങാണ്ട് ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ട ഇത്രയും ആൾക്കാരും എന്തിനാ ആ വീഡിയോ കണ്ടത് എന്നുള്ളതായിരുന്നു ആ സാധനം കണ്ടപ്പോൾ എൻ്റെ അതിശയം. ഞാൻ പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഫുള്ള് കണ്ടതെന്ന് പറയാം. ബാക്കിയുള്ളവരും എന്ത് കാര്യത്തിന്, എന്ത് പ്രയോജനം? ഇതാണ് ഞാൻ പറഞ്ഞത്. മിക്ക ഫാമിലി ബ്ലോഗേഴ്സും ഇതുപോലെ കാട്ടിക്കൂട്ടലാണ്. ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ആൾക്കാരെ വെറുതെ എന്തിനാണ് ഇങ്ങനെ ഫാമിലി ബ്ലോഗേഴ്സായിട്ട് നിലനിർത്തിയേക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പണിക്കും പോകത്തില്ല, ഒന്നും ചെയ്യത്തില്ല, വെറുതെ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാണ്. ഫാമിലി വ്ളോഗർ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലോഗർ, അതൊക്കെ ഒരു പാഷനായിട്ട് എടുത്ത് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഈ വ്ളോഗിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പണിയാണ്, ഒരു ജോലിയാണ്. അപ്പം ചെയ്യുന്ന തൊഴിലിനോട് കുറച്ചൊക്കെ ഒരു മാന്യത കാണിക്കണം. കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലും ആ തൊഴിലിനകത്ത് ഇടണം, ഒരു എഫേർട്ട് ഇടണം. ഒരു എഫേർട്ടും ഇടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വാർഡ്രോബ് വൃത്തിയാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു കോണ്ടന്റ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാങ്ക്, എന്നിട്ട് അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും വലിച്ചു താഴെ ഇടുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പരസ്പരം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിലാണ്. ഷെഫിയെ കുറ്റം പറയുന്നു, ഒട്ടും കാര്യപ്രാപ്തിയില്ല, ഒരു ജോലിയും ചെയ്യത്തില്ല, ഒന്നും സഹായിക്കത്തില്ല, ഒന്നും വൃത്തിയാക്കി വെക്കത്തില്ല എന്ന്. ഇനി മറിച്ച് നേരെ ഷെമിയെ കുറ്റം പറയുന്നത് കുറച്ചും കൂടി പ്രായമായി എന്നുള്ള രീതിയിലുള്ള കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷുഗറാണ്, പ്രഷറാണ്, പ്രായമായി, ഒന്നിനും കൊള്ളത്തില്ല, കൂട്ടുകാരെ പരിചയപ്പെടുത്താൻ കൊള്ളത്തില്ല, അതിനുള്ള ലെവലില്ല. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തന്നെ കളിയാക്കുന്നു, അവർ തന്നെ വീഡിയോ ചെയ്യുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമുക്കൊന്നും മനസ്സിലാക്കാനില്ല, നമുക്കൊന്നും കാണാനില്ല, പിന്നെ എന്തിനാ ഇതൊക്കെ കാണുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ചോദ്യം, ഇതെന്തിനാണ് കാണുന്നത്? ഇതിൽ നിന്ന് എന്തെങ്കിലും ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് കിട്ടിയോ? ഇല്ല. എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായോ? ഒരു എൻ്റർടൈൻമെൻറ്റും ഉണ്ടായില്ല. എന്തെങ്കിലും കോമഡി തോന്നിയോ? ഒരു കോമഡിയും തോന്നിയില്ല. ഇത് കോമഡിയായിട്ടാണ് ഇവർ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കോമഡിയും ആയില്ല, സീരിയസും ആയില്ല, വെറും ട്രാജഡിയാണ് ആയേക്കുന്നത്.